അതുപോലെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം സ്റ്റോറി ദിനമാണ്. സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താൻ ഉഷ മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്റ്റോറിയുടെ ദിനമാണ്. കഥകൾ നമ്മളേവരും ഇഷ്ടത്തോടു കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. ഇന്ന് നമുക്ക് ഏവർക്കും സുപരിചിതനായ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ നിറസാന്നിധ്യമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻദാസ് സാറാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ സ്റ്റോറി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. എല്ലാ അർത്ഥത്തിലും മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഗുരുസ്ഥാനീയനാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ മോഹൻദാസ് സർ. നയിനാർ മോഹൻദാസ് കരമന, ശ്രീമതി കോലമ്മാൾ എൻ നയിനാർ എന്നീ അനുഗ്രഹീതരായ ഈ മാതാപിതാക്കളുടെ മകനായി 1958 ജനുവരി 14 തിരുവനന്തപുരത്ത് ജനനം. ഗവൺമെന്റ് ഹൈസ്കൂൾ കരമന, ഗവൺമെന്റ് ആർട്സ് കോളേജ് തിരുവനന്തപുരം, യൂണിവേഴ്സിറ്റി ഈവനിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റി കാര്യവട്ടം കാമ്പസ് എന്നിവിടങ്ങളിൽ നിന്നും അക്ഷരദേവതയാൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രീ മോഹൻദാസ് സർ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം 1980 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ക്ലർക്കായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. 2017 ചീഫ് മാനേജർ സ്ഥാനത്ത് നിന്നാണ് സർ വിരമിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺകറന്റ് ഓഡിറ്ററായി സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരം തമിഴ് സംഘത്തിന്റെ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച് അദ്ദേഹം വിവിധ സാമൂഹ്യ സേവന സംഘടനകളിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നു. സഹധർമ്മിണി ശ്രീമതി സി ലാലി, മക്കൾ ദീപ മോഹൻ, കാർത്തിക് മോഹൻ, നിധിക, ആരുഷ് എന്നീ ചെറുമക്കളുടെ സ്നേഹനിധിയായ മുത്തച്ഛൻ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് സർ. 1980കളിൽ തമിഴ് മലയാള സാഹിത്യ സദസ്സിൽ ഉദിച്ചുയർന്ന യുവ സാഹിത്യകാരനും സംഘാടകനുമായിരുന്നു മോഹൻദാസ് സർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തൻ്റെ ഔദ്യോഗിക ജീവിതയാത്രയിൽ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നിരവധി സംഭവങ്ങൾ, നിരവധി മുഹൂർത്തങ്ങൾ, ഏറെയും നൊമ്പരത്തിൻ്റെയും നോവിൻ്റെയും കണ്ണുനീരാൽ നനഞ്ഞവ, അവയെല്ലാം തൻ്റെ തൂലികത്തുമ്പിൽ അക്ഷരചിത്രങ്ങളായി സർ പകർത്തിവെച്ചു. തൻ്റെ കഥാശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 10 രചനകൾ കാടെല്ലാം പിച്ചിപ്പൂ എന്ന പേരിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. പേരുപോലെ തന്നെ ഏറ്റവും ആകർഷണീയമാണ് ഇതിലെ ഓരോ രചനകളും. പൂർവകാല ജീവിത സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ സ്മൃതി ഉണർത്തുന്ന ആദ്യത്തെ 5 കഥകൾ, തുടർന്നുള്ള 5 കഥകൾ വർത്തമാനകാലത്തെ നിരീക്ഷണ സ്വാധീനത്തിൽ രൂപം കൊണ്ടവയാണ്. ഇതിൽ 5ാമത്തെ കഥയായ കുഞ്ഞോളവും കുഞ്ഞിലയും എന്ന മനോഹരമായ രചനയാണ് സാർ ഇന്ന് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ലേഖന രൂപത്തിലുള്ള രചന കൂടിയാണ്. സമാനതകളില്ലാത്ത കാരുണ്യം, ദയ, അതിരുകളില്ലാത്ത സ്നേഹം, ശാന്തത, പകരം വയ്ക്കാനാവാത്ത ലാളിത്യം, എല്ലാത്തിനും ഉപരി ഏതൊരു വിഷയത്തിലുമുള്ള അഗാധമായ പാണ്ഡിത്യം, ഇവയൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് സർ. നമുക്കെല്ലാവർക്കും സുപരിചിതനാണെന്ന് ഞാൻ പറയുകയുണ്ടായി. എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ തമിഴ് വേദം, തമിഴ് ഇതിഹാസം, തിരുവള്ളുവർ എന്ന ഋഷികവി ലോകത്തിന് സമ്മാനിച്ച അപൂർവ ഗ്രന്ഥം തിരുക്കുറളിന്റെ വ്യാഖ്യാനം നടത്തുന്നതും മോഹൻദാസ് സാറിന്റെ നേതൃത്വത്തിലാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സന്തോഷത്തോടു കൂടി ഞാൻ എല്ലാവരെയും അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ, അതിലുപരി ഹൃദയം നിറഞ്ഞ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനെ ഈ കഥാവേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും വെൽക്കം മോഹൻദാസ് സർ. താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. ബാബു സാറിന് ഇന്നലെ വിളിച്ചിട്ട് ഒരു കഥ പറയണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശരി സമ്മതിക്കുന്നില്ല. സാറ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കുന്നതാണ്. ഞാനും ഇതിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു. അത് ഇന്നൊരു ഇതൊരു നേരത്തെ പറഞ്ഞ ഒരു ലേഖനമാണ്. അത് കഥാരൂപത്തിലാക്കി മലയാളത്തിലേക്ക് വന്നതേ ഉള്ളൂ. തമിഴിൽ എഴുതിയപ്പം ഒരു ലേഖനമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു സുഹൃത്ത് ഇടയ്ക്ക് വെച്ച് അയാൾ പഠിത്തം നടത്തി കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ കൃഷിയായിരുന്നു പുള്ളിയുടെ കുടുംബ പണി. ആ കൃഷിയിലെ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും കുറെ കഴിഞ്ഞപ്പം പുള്ളിക്ക് വിവാഹമാകുന്നു. അന്നേരം ഒരു ക്ഷണക്കത്ത് എനിക്ക് അയക്കുന്നു. അപ്പൊ ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് ഒരു മറുപടി അയച്ചു, ആശംസകൾ അറിയിച്ചു. ആ കത്ത് അങ്ങേർക്ക് മനസ്സിൽ തട്ടിയപ്പോൾ ഉണ്ടായ വികാരങ്ങളാണ് പിന്നെ മറുപടിയായിട്ട് എനിക്കൊരു കത്ത് കിട്ടി. അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അത് എനിക്ക് എഴുതി അയച്ചത്. അപ്പം സാധാരണ ഇതിൽ ആശംസകൾ അറിയിക്കുകയും അതോടെ നിർത്താതെ ഒരു വ്യത്യസ്തമായ രീതിക്ക് ഒരു ആശംസകൾ അയച്ചപ്പം പുള്ളിക്ക് അത് വളരെ നൊമ്പരം ഉണർത്തിയതായിരുന്നു. അതിൽ ആ പശ്ചാത്തലത്തിൽ എഴുതിയതായിരുന്നു ഈ ഒരു ലേഖനം. അത് ചെറിയൊരു കവിതയും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ആ അനുഭവവും കൂടി പങ്കുവയ്ക്കുകയാണ്. ഇത് ചെറുകഥയിൽ പെടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. തുടങ്ങാം. ആദ്യം ആ ലേഖനത്തിന്റെ ഒരു മുഖവുരയാണ്. ലേഖനം കഥ അല്ലാത്തതുകൊണ്ട് ലേഖനത്തിന്റെ രൂപത്തിലേക്ക് ഒരു ചിന്ത ശകലമാണ് ഇത് ഞാൻ പറയുന്നത്. രാത്രിയിൽ പെയ്യുന്ന മഞ്ഞുമഴയിൽ നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന പ്രകൃതി, വള്ളികളിലും ചെടികളിലും ഇലകളിലും വീഴുന്ന മഞ്ഞു കണങ്ങളുടെ നേരിയ ശബ്ദം പതിഞ്ഞ ഒരു ഗാനത്തിന്റെ ആവർത്തനം പോലെ അതീവ ഹൃദയമായി ചെവികളിൽ വീണുകൊണ്ടിരിക്കുന്നു. തണുപ്പ് കാരണം നിർജീവമായിരിക്കുന്ന പ്രകൃതി ശാന്തതയുടെ പര്യായം താനെന്ന മട്ടിൽ കാണപ്പെട്ടു. നീണ്ടു നിവർന്നു ഒഴുകുന്ന തടാകം, ഉയർന്നു വരുന്ന നിലാവിന്റെ പ്രകാശം ജലോപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ചു. കിഴക്ക് ഭാഗത്ത് വെള്ളി നക്ഷത്രം ഉദിച്ചു. ഇളം തെന്നൽ കാറ്റ് വീശി. അതേ, പ്രകൃതി ഉറക്കമുണർന്നു കഴിഞ്ഞു. ചെടികളും വള്ളികളും രോമാഞ്ചം കൊണ്ടു പടരുന്ന വള്ളികൾ കാറ്റിലൂടെ താരാട്ടുപാടി. കുഞ്ഞോളങ്ങൾ ജലോപരിതലത്തിൽ താളമിട്ടു. സൂര്യൻ എന്ന കാമുകന്റെ വരവിനായി കാത്തിരുന്ന വൃക്ഷങ്ങളിലെ കുഞ്ഞിലകൾ കൊഴിഞ്ഞു. ആ കുളിർത്ത എണ്ണലിൽ അവ ചലിച്ചു. ചില ഇലകൾ നിലത്ത് വീണു, ചില ഇലകൾ ജലത്തിൽ വീണു. ഇളം കാറ്റിലുണ്ടായ കുഞ്ഞോളങ്ങളിൽ കുഞ്ഞിലകൾ നൃത്തം ചെയ്തു. ഇളം കാറ്റിന് വേഗത കൂടിയപ്പോൾ കുഞ്ഞിലയും ഒഴുകിപ്പോയി. ചില ഇലകൾ മുങ്ങിത്താന്നു, മറ്റു ചില ഇലകൾ കുഞ്ഞോളങ്ങൾക്കൊപ്പം ഉയർന്നു താഴ്ന്നു കരയിലേക്ക് യാത്രയായി. ചിലവ കരയെത്തുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഒരു ഇളംകാറ്റ് വീശുന്നു. വൃക്ഷങ്ങളിൽ നിന്നും ഇലകൾ കൊഴിയുന്നു. അവ എവിടേക്കോ ചെന്നു ചേരുന്നു. ഇതുപോലെ ഒക്കെ തന്നെയല്ലേ ജീവിതം എന്ന തടാകത്തിൽ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്ന ഇളം കാറ്റിലൂടെ ഉണരുന്ന കുഞ്ഞോളങ്ങളിൽ ആടി ഒഴുകുന്ന കുഞ്ഞി ഇലകളെ പോലെ മനുഷ്യ മനസ്സ് ചിന്താപ്രവാഹത്തിൽ ഒഴുകി നടന്ന് പിന്നീട് പുത്തൻ ചിന്തകളുമായി കരകയറുന്ന മനുഷ്യ മനസ്സ്. ഇളം കാറ്റ് പെട്ടെന്ന് കൊടുങ്കാറ്റായാലോ ആ കുഞ്ഞിലകളുടെ സ്ഥിതി എന്താകും? കുഞ്ഞോളങ്ങൾ വലുതായി ഒരു വൻ തിരമാലയായി പരിണമിച്ചാലോ? ഓരോ മനുഷ്യന്റെയും ജീവിതം എന്ന ജലാശയത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വായുമണ്ഡലത്തിൽ എന്തെങ്കിലും ഒരിക്കൽ വേറിട്ട് കാറ്റ് വീശുക തന്നെ ചെയ്യും. അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കുമോ? ഒരു കർഷകന്റെ അനുഭവം. അങ്ങനെ കുഞ്ഞോളങ്ങളിൽ വീഴുന്ന ഒരു കുഞ്ഞിലയാണ് ഒരു കർഷകൻ. അദ്ദേഹത്തിന്റെ മനസ്സിനാണ് ഇവിടെ വിവരിക്കുന്നത്. സൂര്യൻ തന്റെ പ്രകാശകിരണങ്ങളാൽ ഇരുളിനെ അനാവരണം ചെയ്ത് ഉയർന്നു പൊങ്ങി. എന്നാലും ഇരുട്ടിൽ നിന്നൊരു മോചനത്തിന് സമയമായിട്ടില്ല. ഇളം കിരണങ്ങൾ മേഘങ്ങൾക്കിടയിലൂടെ മിന്നി മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു.
പൂവായി പൂവായി കുടിലിന്റെ അകത്തേക്ക് നോക്കി മുത്തൻ വിളിച്ചു. ഒരു മൺകുടം എളിയിലും പനയോലത്തൊട്ടി കയ്യിലും വെച്ച് നടന്നു വന്നിരുന്ന പൂവമ്മ അയാളുടെ വിളി കേട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തത്തിന്റെ വേഗത കൂട്ടി. ആ നീലസാരി തുണ്ടെടുത്തും മഞ്ഞ് കൂടുതലായിരിക്കുന്നു, നല്ല കുളിരുമുണ്ട്, വയലിൽ വെള്ളം പായിക്കണം, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കാം. പൂവായി സാരി തുണ്ടെടുത്ത് കൊടുത്തു. അയാൾ കൃഷി സ്ഥലത്തേക്ക് നടന്നു. അയാൾ പോകുന്നു നോക്കി അവൾ നിന്നു. ഏയ് ഏയ് മുത്ത! ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ മുത്തൻ അടുത്ത തെരുവിലുള്ള സുഹൃത്ത് വരുന്നത് കണ്ടു. എന്താ ചേട്ടാ, വരൂ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം, ഇപ്പോൾ തന്നെ സമയമായി. എന്താ മുത്ത, മേക്കേ നിന്ന് പിന്നീട് എഴുത്ത് വല്ലതും വന്നോ? ഇല്ല ചേട്ടാ, വന്ന എഴുത്തിന് തന്നെയും ഞാൻ മറുപടി അയച്ചില്ലല്ലോ. പിന്നെ അദ്ദേഹം വീണ്ടും എങ്ങനെ എഴുതും? 7ാം ക്ലാസ് വരെ എങ്ങനെയോ പഠിച്ചു, പിന്നീട് വയൽപ്പണി തന്നെ. വീട്ടിൽ നിന്നിറങ്ങിയാൽ പാടത്തു നിന്നിറങ്ങിയാൽ വീട്ടിലേക്ക്, അത്രയേ ഉള്ളൂ. വൈകുന്നേരം അല്പസമയം വായനശാലയിൽ ചിലവഴിക്കും. പിന്നെ എനിക്ക് നേരാമണ്ണം ഒന്നും എഴുതാനും പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ എഴുതും? മേക്കേന്ന് വന്ന എഴുത്ത് ചേട്ടൻ കണ്ടതല്ലേ, മുത്തുപോലെ എത്ര സൗന്ദര്യമുള്ള കൈയക്ഷരമാണ്. 7ാം ക്ലാസ്സിൽ ഞാൻ തോറ്റിട്ട് വീണ്ടും പഠിക്കുമ്പോഴാണ് 6ൽ നിന്ന് ജയിച്ച അദ്ദേഹം എൻ്റെ ക്ലാസ്സിലേക്ക് വന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റിയുള്ളൂ. അക്കൊല്ലം തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരേണ്ടി വന്നുവല്ലോ. ഞാൻ ഇവിടേക്കും വന്നു. മുത്തൻ പെട്ടെന്ന് നിർത്തി. എന്താ മുത്തൻ നിർത്തിക്കളഞ്ഞത്? അല്ല ചേട്ടാ, അദ്ദേഹം ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു, ഞാൻ പാടത്ത് പണിയെടുക്കുന്നു. എന്നിട്ടും ഞാൻ വിവാഹ ക്ഷണക്കത്തയച്ചപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് എൻ്റെ കല്യാണ മുഹൂർത്ത ദിവസം തന്നെ എനിക്ക് ആശംസ ടെലഗ്രാം അയച്ചല്ലോ. അതിനിപ്പം 4 പേജുള്ള ഒരു എഴുത്തുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് എത്ര സ്നേഹമാണെന്ന് കണ്ടോ? പാവം, അദ്ദേഹം ക്ഷേമ ഐശ്വര്യത്തോടെ എന്നെന്നും കാണാനായി ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു. സ്കൂൾ അനുഭവങ്ങളിലും ബാല്യകാല സ്മരണകളിലും മുത്തൻ മുഴുകി നിന്നു. ചേട്ടാ, ഒരു കാര്യം ചെയ്യാമോ? എന്താണ് മുത്തൻ? എനിക്ക് വന്ന എഴുത്ത് ഞാൻ തരാം, അതിനൊരു മറുപടി ചേട്ടൻ തന്നെ അദ്ദേഹത്തിന് അയക്കേ. മറുപടി അയച്ചതുമാകും, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതുമാകും. എന്താ ചേട്ടാ? അദ്ദേഹം ആ എഴുത്തിലൂടെ ഒരു കാര്യം എഴുതിയിരുന്നല്ലോ, സൗഹൃദം എന്നത് മനസ്സും ഒന്നായിട്ട് ഒഴുകുന്ന വികാരങ്ങളാണെന്ന് ചുരുക്കൾ ഓർമ്മിപ്പിക്കുകയെന്നുള്ളത് ഞാൻ സ്കൂളിൽ പഠിച്ച ഓർമ്മയുണ്ട്. എന്താ ചേട്ടാ, അങ്ങനെ ചെയ്യാമോ? മുത്തൻ, നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ ഒരു എഴുത്ത് എഴുതാൻ തീരുമാനിച്ചു. ആ കത്ത് വായിച്ച ശേഷം എനിക്ക് ചില തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. ശരി മുത്തൻ, നാളെ കാണാം. എനിക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. ശരി ചേട്ടാ, പോയിട്ട് വരണം, മറക്കരുത്. മുത്തൻ പാടത്തേക്ക് പോയി. ചെന്താമര മലരുകൾ മുഖം കൂപ്പിയടച്ചു. വീണ്ടും കാക്കകൾ കൂടുകൾ ലക്ഷ്യമാക്കി പറന്നകന്നു. അമ്പിളി തിളങ്ങി വന്നു. ആമ്പൽ പൂവുകൾ മന്ദഹാസം വിടർത്തി. ആ ഗ്രാമം ഇരുട്ടിലാണ്ടു കിടന്നു. നക്ഷത്രങ്ങൾ പോലെ അവിടെ എണ്ണ വിളക്കുകൾ പ്രകാശം പരത്തി നിന്നു. പാടത്ത് പണി ചെയ്തതിന്റെ ക്ഷീണം കാരണം എല്ലാവരും അഗാധമായ ഉറക്കത്തിലാണ്ടു. കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി ഒരു രൂപം മുത്തന്റെ കുടിലിന്റെ മുന്നിൽ വന്നു നിന്നു. വാതിലിൽ മുട്ടി. അതെ, ആരോ വാതിൽ മുട്ടുന്നു, എണീക്ക്. ആരാ അത്? ചോദിച്ചുകൊണ്ട് മുത്തൻ വാതിൽ തുറന്നു നോക്കി. എന്താ സുഹൃത്ത് ഈ സമയത്ത്? മുത്തൻ, ഞാൻ വെറുതെ വന്നതാണ്. ഉച്ചയ്ക്ക് നീ തന്ന എഴുത്ത് ഞാൻ കുളത്തിന്റെ കരയിലെ ആൾമര ചുവട്ടിലിരുന്ന് വായിച്ചു. അതിനുശേഷം പലതരത്തിലുള്ള ചിന്തകൾ. ഉടനെ തന്നെ ഞാനും കത്തിന് മറുപടി എഴുതി. ഇതാ, അകത്തേക്ക് വരൂ, നിങ്ങൾ തന്നെ ഒരു പ്രാവശ്യം വായിച്ച് കേൾപ്പിക്കും. മുത്തൻ, ഈ കത്ത് നീ തന്നെ എഴുതി പോലെയാണ് എഴുതിയിരിക്കുന്നത്. ശരി, ഞാൻ വായിക്കാം, നീ കേൾക്ക. സുഹൃത്ത് കത്ത് സാവധാനം വായിക്കാൻ തുടങ്ങി. കൂടുവിട്ട് പറന്നകന്ന കുഞ്ഞു പക്ഷികൾ പോലെ
നമ്മളും പറന്നകുന്നു. പറന്നകുന്ന ശേഷവും മനസ്സ് നിറയെ ഓർമ്മകളുമായി നാട്ടിൽ വന്നു ഞാൻ. പഠിച്ച പാഠങ്ങൾക്ക് നിറം പകരാനാകാതെ മുള്ളുവേലി പാടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു ഞാൻ. കൂട്ടുകൂടി പണിയെടുക്കാൻ ഒരു ആത്മസഖി കൂടെ പോന്നു. നാടിൻ്റെ നട്ടെല്ലാണ് കർഷകൻ എന്നാണ് നാട്ട് മുഖ്യരുടെ പറച്ചിൽ. സംസാരം കരിമ്പുപോൽ മധുരതരം, ഗുണമോ നിഷ്ഫലം. നട്ടെല്ല് തകർത്ത് മുക്കാലിയാക്കി അതിലിരുന്ന് ചതുരംഗം കളിക്കുന്നു അധികാരവർഗം. ഈ സമയത്തല്ലോ ഞങ്ങളുടെ വർഗത്തിൽ നിന്നൊരു ശബ്ദം. നാണ്യ വിളയെന്ന പോൽ പരുത്തി കൃഷി ചെയ്തു, വർഷകാലത്ത് ചതിച്ചുവല്ലോ. ഭാര്യയുടെ മംഗല്യ സൂത്രം വിറ്റ് മരുന്ന് വാങ്ങി ഞാൻ കീടങ്ങളാകട്ടെ മാളങ്ങളിൽ ഒളിച്ചു. വളങ്ങളൊക്കെ നിലത്ത് വീണു. ബില്ലിൽ 50, ചൊല്ലിൽ 80. കാശൊന്നും കയ്യിലില്ല. വീട്ടുകാരുടെ മംഗല്യ കരടിൽ മഞ്ഞൾ മാത്രം. ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ വർഗശബ്ദം. ഇങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ കൊയ്ത്തു കഴിഞ്ഞു. ഇടനിലക്കാരനാകട്ടെ ഒരു ചൂതുകളിക്കാരൻ വന്നു ചേരും തക്കം നോക്കി. അപ്പോഴെത്തും കടം തന്നവർ. കടം തന്നവന്റെ നോട്ടം കാണാൻ ഹെൽപ്പില്ലാതെ കിട്ടിയ വിലയ്ക്ക് എല്ലാം വ്യാപാരിക്ക് തന്നെ വിൽക്കുന്നു. വേറെന്ത് ചെയ്യാനാണ്? വ്യാപാരി കൊണ്ടുപോകട്ടെ, കൈകളിൽ വാങ്ങുന്നു, കണ്ണുകളിൽ കാണുന്നു എന്ന് മാത്രം. പണക്കിഴികൾ ആരും ഒരു നാളും കണ്ടതില്ല ഞങ്ങളൊക്കെ. പിന്നെയും പിന്നെയും കടക്കെണിയിൽ തന്നെ. തകർന്നുപോയ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ ആവതില്ല. ഞങ്ങളാണ് പക്ഷേ നാട്ടിൻ്റെ നട്ടെല്ലത്രേ. എന്നാലോ എന്ത് കാര്യം, തകർന്നു പോയല്ലോ നമ്മൾ. അത് മാത്രമോ, ധനികന്മാരായ കർഷകൻ പാതാളം കാണാനായി കാശിറക്കുന്നു. കിണർ വെട്ടാനും അതേ കാശിറക്കുന്നു. ധനികന്റെ കിണറ്റിലോ ജലസമൃദ്ധി. ധനത്തിൻ്റെ ധാരാളിത്തം, കരിമ്പും സമർത്ഥം. കരിമ്പിന് കടം 1,00,000 ലഭിക്കുന്നു. കഷ്ടപ്പെടുന്ന കർഷകൻ കാളകളെയും വിൽക്കുന്നു. ഈ സ്ഥിതിയാണ് ദരിദ്ര കൃഷിക്ക്. അതാണത്രേ എൻ തൊഴിൽ, എൻ്റെ പണി. ഞാൻ പറഞ്ഞു, നിന്റെ പണി എന്താണ് സുഹൃത്തെ? നിന്നെപ്പോലെ എനിക്ക് ഉപമകൾ പറയാനറിയില്ല. നിന്നെപ്പോലെ തിരുക്കുറൾ ഞാൻ പഠിച്ചിട്ടുമില്ല. അതുല്യമായ നിന്നെപ്പോലെ എനിക്കുമുണ്ടൊരു കൂട്ടുകാരൻ. അവിടുത്തെ സഹായത്തിൽ നന്നായി ഞാൻ എഴുതി. നമസ്കാരം. ഇത് തന്നെ മതി, വളരെ നന്നായിട്ടുണ്ട്. നാളെ തന്നെ ഞാൻ അയച്ചേക്കാം. ശരി മുത്തൻ, ഞാൻ പോയിട്ട് വരാം. എനിക്ക് ഏതായാലും സമാധാനമായി. ബന്ധങ്ങളാകട്ടെ മനസ്സിൽ ആവേശമായി, അഭിനിവേശമായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സുഹൃത്ത് യാത്ര ചോദിച്ചു പിരിഞ്ഞു. കത്തുണർത്തിയ വികാരങ്ങൾ കർഷക സുഹൃത്തിന്റെ ജീവിതത്തിന് പുതിയൊരു മുഖഭാവം പകർന്നു. സാർ തീർന്നു. താങ്ക് യു സർ, താങ്ക് യു. ശരിക്കും ധന്യമാണ് ഈ നിമിഷങ്ങൾ. എപ്പോഴും നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഹൃദം, പരസ്പരം വിശേഷങ്ങളും സ്നേഹവും എല്ലാം കത്തുകളിലൂടെ കൈമാറിയിരുന്ന ഒരു ബാല്യകാലം. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമാണ് സാറിൻ്റെ ഈ അനുഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട ഞങ്ങളും ധന്യരായി. തീർച്ചയായിട്ടും സൗഹൃദങ്ങൾ എപ്പോഴും മനസ്സിൻ്റെ കോണിൽ സൂക്ഷിക്കുന്നവർക്ക്, ഒരുപാട് നന്മയുള്ളവർക്ക് മാത്രമേ അതിന് സമയം കണ്ടെത്താനായിട്ട് സാധിക്കൂ. നിരുപാധികമായ അൺകണ്ടീഷണൽ ലവ്, അതുപോലെ തന്നെ അതിരുകളില്ലാത്ത സ്നേഹം, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് കറതീർന്ന ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഒരു കഥയാണ് സാർ പറയുന്നത്. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച കൂട്ടുകാരന്റെ വിചാരങ്ങൾ കല്യാണം വിളിച്ചപ്പോൾ സാറിന് തിരിച്ച് അതിനൊരു ആശംസ അയച്ചപ്പോൾ അതിന്റെ വാല്യൂ എത്രയുണ്ടെന്നാണ് തിരിച്ച് ഒരു കൂട്ടുകാരനെ കൊണ്ട് കത്തെഴുതിച്ച. ശരിക്കും ആ ഒരു കൂട്ടുകാരന്റെ മനസ്സിൽ എന്താണോ അതറിഞ്ഞാണ് മുത്തൻ എന്ന ആ ഒരു ആളുടെ മനസ്സിലെ വിചാരങ്ങൾ എന്താണോ അത് അതേപോലെ തന്നെ പകർത്തി വെക്കാൻ ആ സുഹൃത്തിന് കഴിഞ്ഞു. അതും സൗഹൃദത്തിന്റെ ഒരു വലിയ വിലയാണ്. അതുപോലെ തന്നെ പ്രകൃതിയെ
പ്രകൃതിയിലെ ജീവജാലങ്ങളെ, സൂര്യനെ, താമരയെ, അതുപോലെ തന്നെ പക്ഷിജാലങ്ങളെ, കുഞ്ഞോളങ്ങളെ, കുഞ്ഞിലയെ എല്ലാം ഈ ഒരു കൊച്ചു കഥയിൽ സാറ് പരാമർശിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. സാറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. റോയ് സർ, നമുക്ക് മറ്റുള്ളവർക്കും എന്താ പറയാനുള്ളതെന്ന് നോക്കാം. എല്ലാവർക്കും ഇത് വളരെ നല്ലൊരു അനുഭവമായിരുന്നിരിക്കണം. ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും അതുപോലെ ഒരു കർഷകന്റെ നൊമ്പരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വായിച്ചറിയാനും അതിന്റെ അനുഭവങ്ങൾ, കരിമ്പിന്റെ മധുരവും എല്ലാം ഇതിനകത്ത് പ്രതിപാദിച്ചിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് ഈ കഥ സാർ ഇവിടെ വായിച്ചത്. റോയ് സർ. മോഹൻദാസ് നായർ സാറിൻ്റെ ഈ കഥ വളരെയധികം കഥയുടെ കണ്ടന്റ് ചെറുതാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ടുകളും ഒന്നിച്ച് കൂട്ടുകൂടി പഠിച്ച് ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞ് പോകേണ്ടി വന്ന സുഹൃത്തിനെ ഒക്കെ ഇവിടെ നല്ല ഭംഗിയായി സാറ് വർണ്ണിച്ചു. അപ്രതീക്ഷിതമായ ഒരു ഇളങ്കാറ്റ്, ആ ഇളങ്കാറ്റിലെ പ്രകൃതിയിൽ വരുന്ന ചില കാര്യങ്ങളെല്ലാം സാറ് നല്ല ഭംഗിയായി കാണിച്ചു. ചെറിയ ഇലകൾ പറന്നു പോകുന്നതും എല്ലാം. അതൊരു കൊടുങ്കാറ്റാണ് വരുന്നതെങ്കിലോ ഈ കുഞ്ഞോളങ്ങൾ വൻ ഇരയായി മാറും, നാശം വരുത്തും എന്നൊക്കെ പറയുന്ന ആ ഇൻട്രൊഡക്ഷൻ തന്നെ ഈ കഥയുടെ വളരെ സ്പർശിക്കുന്ന ഭാഗമായിട്ടാണ് പിന്നീട് അതിൻ്റെ പുറമെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതായത് അതുപോലെ തന്നെ സാറ് വൈകുന്നേരം ആവുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത്, കാക്കകൾ കൂട് തേടി പോകുന്നതും അമ്പിളിയുടെ വരവും ഇതെല്ലാം വളരെ ഭംഗിയായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ പഠിത്തം നിർത്തി നാട്ടിലേക്ക് പോരേണ്ടി വന്ന ഒരു കൃഷിക്കാരൻ രാവിലെ എഴുന്നേറ്റാൽ വീടും പാടവുമായിട്ട് മാത്രം കടന്നു പോകുന്നു. വല്ലപ്പോഴും ഇടയ്ക്ക് ഒരു വായനശാലയിൽ സമയം ചെലവഴിക്കുന്നു. ഇതൊക്കെ വളരെ ഭംഗിയായി ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന മുത്തൻ എന്ന് പറയുന്ന കൃഷിക്കാരനെ ഭംഗിയായി കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും സാറിൻ്റെ ഈ കഥ കേൾക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും. ഭാര്യയുടെ മംഗല്യസൂത്രം വിറ്റ് കാര്യങ്ങൾ നടത്തേണ്ടി, മരുന്ന് വാങ്ങേണ്ടി വന്ന ഗതികേടും ഒക്കെ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് വലിയ ഒരു അനുഭവമാണ് കാണിച്ചു തന്നത്. കടം നിന്നവൻ്റെ നോട്ടം സഹിക്കാതെ ഇത് വിറ്റതും എല്ലാം വളരെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിലായിപ്പോയി ആ കൃഷിക്കാരൻ്റെ ജീവിതം. അപ്പോൾ കൃഷിക്കാരനെ എല്ലാവരും പുകഴ്ത്തുന്നു, അത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അവൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ആരും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഒരു കാര്യം. പിന്നെ ആ സ്നേഹിതൻ്റെ മറുപടി എഴുത്ത്. അപ്പോൾ ശരിക്കും ഈ അവസ്ഥകൾ തിരിച്ചറിഞ്ഞിട്ടാണ് ആ കത്തിന് മറുപടി എഴുതിയത്. പക്ഷേ ആ മറുപടി എഴുതിയതും വളരെ ഭംഗിയായിരുന്നു എന്ന് കൃഷിക്കാരൻ തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ സ്നേഹബന്ധം കൊണ്ട് മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകളും മറ്റതും എല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം സാർ ഇവിടെ ഭംഗിയായി വർണ്ണിച്ചു. ഏതായാലും ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു സുഖം തോന്നുന്നു. കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് വളരെ എൻജോയബിൾ ആയിട്ട് തോന്നുന്നു. ഇനി ഇതുപോലെയുള്ള കഥകൾ സാറിൻ്റെ ഒന്ന് വായിക്കണമെന്നും ആ ബുക്കൊന്ന് അവൈലബിൾ ആണെങ്കിൽ വിട്ട് വായിക്കണമെന്ന് വരെ തോന്നുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ഇതുപോലുള്ള കഥകളായിരിക്കില്ല അതിനകത്തുള്ളതെല്ലാം. താങ്ക് യു സാർ. വളരെയധികം അനുമോദനങ്ങൾ. താങ്ക് യു റോയ് സർ. താങ്ക് യു. നമസ്കാരം, ഗോപകുമാറാണ്. നമസ്കാരം, ഗോപകുമാറാണ്. എന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. ഞാനും കൃഷി ചെയ്തൊക്കെ ജീവിച്ച ആളാണ്. കൃഷിയിൽ എനിക്ക് വളരെ താല്പര്യമുണ്ട്.
പക്ഷെ ഇപ്പൊ പലരെയും കൃഷി കുട്ടികളെ കാണണമെങ്കിൽ ഒന്നീ തകഴിയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അവിടെ പാടവും മറ്റൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. നല്ല കഥയായിരുന്നു. നല്ലതൊന്നും പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി വളരെ പഴയ ഓർമ്മകളൊക്കെ പുതിയതായിട്ടുണ്ടായി. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പറയട്ടെ ലത മാം, പ്ലീസ് മാം. അത് കൃഷിക്കാരിയാണ് ഞാനും എൻ്റെ ഗ്രാമത്തിലെ സാറ് പറഞ്ഞാല് തകഴി അമ്പലപ്പുഴ, അവിടെയാണ് എൻ്റെ സ്ഥലം. അപ്പോ ഈ കൃഷിക്കാരുടെ ദുരിതങ്ങള് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ സാറ് ഈ നിങ്ങൾ കൃഷിയൊന്നും ചെയ്തിട്ടില്ലാത്തവരെയും ആ കൃഷിയിലേക്ക് സാറ് കൊണ്ടുപോകുന്നു. ആ പ്രകൃതി അതുപോലെ അനുഭവിക്കുന്ന തരത്തിൽ സാറ് അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ കൃഷിക്കാരന്റെ ആ ദുരിതങ്ങള് ഈ കത്തിലൂടെ ഇതെല്ലാം സാറിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. വിദർഭയിലെ കർഷകരുടെ കാര്യമൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ അനുഭവിച്ചറിയുന്നത് പോലെ സാർ അവതരിപ്പിച്ചു. ആ പ്രകൃതിയും ചങ്ങമ്പുഴയുടെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി വിങ്ങി എന്നുള്ള ആ കവിതയൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി തന്നെ സാറിന്റെ ഈ പ്രകൃതി വർണ്ണനയിലും ആ സുഹൃത്തുമായിട്ടുള്ള ആ ബന്ധത്തിലും ആ സ്നേഹബന്ധത്തിലും പിന്നെ ഭാര്യയുടെ കെട്ടുതാലി പോലും നിൽക്കേണ്ടി വരുന്ന കർഷകന്റെ ഗതികേടും ഒക്കെ സാറ് വളരെ ഭംഗിയായി ഒരു ചെറിയ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് സാർ. താങ്ക് യു. ലത മാം, താങ്ക് യു. സാറിന് മനുഷ്യജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തിയാണ് സാർ ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സാഹിത്യത്തിന്റെ അടിസ്ഥാനം തന്നെ മനുഷ്യജീവിതമാണ്. സാഹിത്യം ശബ്ദരൂപമായപ്പോഴാണ് വ്യാകരണം ഉണ്ടായതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആദിയിൽ ഭൂമിയിൽ മനുഷ്യനുണ്ടായി. മനുഷ്യന് അലഞ്ഞു തിരിഞ്ഞ് പ്രാകൃത ജീവിതം നയിച്ചിരുന്ന കാലത്തിന് ശേഷം ആണ് അവൻ ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പിന്നെ ഇടവേള സമയങ്ങളിൽ തന്റെ പ്രവൃത്തികളെ സ്വയം വിലയിരുത്താനും ഒക്കെ തുടങ്ങിയ സമയത്താണ് സാഹിത്യം രൂപം കൊള്ളാൻ തുടങ്ങിയെന്ന് പറയാം. അതുപോലെയാണ് സാറ് ഈ മനുഷ്യജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ സാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ഓരോ ഇളം കാറ്റിനോടും ഇളം തെന്നലിനോടും കുഞ്ഞിലയായിട്ടും ഓരോ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ കൂട്ടിയിണക്കിയാണ് സാർ ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ആൾക്കിലേക്ക് പോവാം. സുധാകരൻ ഡോക്ടർ ഉണ്ടോ? സാർ ആരാ പറയാമോ എല്ലാരും? ഡോക്ടർ സുധാകരൻ സാർ ഉണ്ടോ? ഗോപകുമാർ സാറുണ്ട്. ജോർജ് സാർ ജോർജ് സാർ ആരാ മ്യൂട്ടാക്കി അൺമ്യൂട്ടാക്കി? Thank you, ma'am. Thank you. Am I audible? Yes. Okay. Yes. Thank you. Okay. സാറേ മോഹൻദാസ് സാർ, സാറേ ആത്മാർത്ഥമായ അഭിനന്ദനവും നന്ദി. കഥ വളരെ നന്നായിരുന്നു. സാറിന്റെ അവതരണം അതിലേറെ ഗംഭീരമായിരുന്നു. പാടത്ത് പണിയെടുക്കുന്നത് ഏതാണ്ട് വർഷത്തിൽ 10 മാസത്തിലധികം എൻ്റെയും നല്ല കാലം വരെയുള്ള സമയം അതിനുവേണ്ടി ഒത്തിരി ചെലവഴിച്ചിട്ടുണ്ട്. 10 മാസത്തിലധികം ഉഴവ അത് ആകാശത്ത് നോക്കി മഴ പെയ്യുമ്പോഴാണ്. അത് സമയമൊന്നും പ്രശ്നമല്ല. അപ്പം പറയും പോയക ഇറങ്ങിക്കോന്ന് പറയും. അപ്പം മഴക്കാറ് കണ്ടാൽ തുടങ്ങും. മഴ പെയ്യുമ്പോൾ ആ പുതുമഴയിൽ തന്നെ ചെളി കൂട്ടി വെള്ളം പറ്റിപ്പോകാതിരിക്കാൻ മാത്രം നിലം പാകപ്പെടുത്തും. അത് കഴിഞ്ഞ് ഇപ്പം പെരിയാർ വാലി കനാലൊക്കെ ആയി, ജനസമൃദ്ധിയായി, നാട് കനാൻ ദേശമായി. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ വേദനയുടെ വിഷമങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ധാരാളമാണ്. ഇതൊക്കെ ചെയ്താലും വർഷം മുഴുവൻ നിറയെ ഭക്ഷണം കഴിക്കാമെന്ന് പറ്റുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായില്ല. കാരണം വെച്ചാൽ കൊയ്ത്ത് കഴിയുമ്പോൾ തന്നെ ചിട്ടി അളക്കണം. ചിട്ടിക്ക് നെല്ല് കൊണ്ടുപോയി അളക്കുക. അക്കാലത്ത് സാമ്പത്തിക സ്രോതസ്സുകൾ വളരെ കുറവായതുകൊണ്ട് ആ പ്രധാന വരുമാന മാർഗവും ഇത് തന്നെയാണ്. അപ്പോൾ ഈ നെല്ല് കൊണ്ടുപോയി അളന്നു കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി കുടിക്കാനൊക്കെ കമ്മിയാവും. ഞങ്ങൾ 5 മക്കളും അപ്പനും അമ്മയും ഗ്രാൻഡ് പേരൻസും. അപ്പോൾ എല്ലാം കൂടെ കൂടി അതൊരു ഒരു നല്ല ഓർമ്മകളുള്ള ഒത്തിരി നല്ല കാലങ്ങളായിരുന്നു. ഞാൻ ആ കൃഷിയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ അതൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോയി. എങ്ങനെ പറയാതെ പോകും. ഓക്കെ,
വളരെ സന്തോഷം. ഒത്തിരി ഓർമ്മകളിലൂടെ കടന്നു പോകാൻ അവസരം കിട്ടി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഞാൻ പറയാൻ 2 വാക്ക്. മാം ക്ഷമയാണ്. പ്ലീസ് മാം. എനിക്കും അങ്ങനെ, ഞാൻ തമിഴ്നാട്ടിലാണ്. എൻ്റെ നാടും കൃഷിയും വെള്ളവും ഒക്കെ ഉള്ള നാടാണ്. പിന്നെ അവിടുന്ന് വിവാഹത്തിന് ശേഷമാണ് ഇങ്ങോട്ട് പറിച്ച് നടപ്പെട്ടത്. ഇവിടെ കൃഷിയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും 5 സെന്റോ 10 സെന്റോ വീടും ഒക്കെയാണ്. അതുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യാനുള്ളതില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലോട്ട് കുറേ സമയം കടന്നുപോയി. അവിടെ ഈ മഴക്കാലം ഭയങ്കര മഴ വരുമ്പം വയലുണ്ടല്ലോ, മുഴുവനും വയലാണ്. അത് മണൽ വീഴും ചിലപ്പോഴൊക്കെ, വെള്ളപ്പൊക്കം വരും. ആ പാടം അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മാമന്മാരെ കൂടെ കൈപിടിച്ചങ്ങനെ മണല് നിറഞ്ഞ് വയലെല്ലാം മണലായി കിടക്കുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കർഷകന്റെ ഹൃദയമാണ് തകരുന്നത്. അത്രയും കൃഷിയെല്ലാം നശിച്ച് ആ മണലെല്ലാം കോരി മാറ്റി പിന്നെ ആദ്യം തൊട്ട് കൃഷി ചെയ്യണം. അങ്ങനെ എല്ലാ പ്രാവശ്യവും വെള്ളപ്പൊക്കം വരുമ്പോൾ ഇങ്ങനെ മഴ കൊണ്ടുപോകും. നമ്മുടെ പാടങ്ങളെല്ലാം മരുപോലെയായി എന്ന് പറഞ്ഞില്ലേ, പാടങ്ങളെല്ലാം മരുപോലെയായി, കുളങ്ങളെല്ലാം കുഴി മാത്രമായി എന്ന് പറഞ്ഞത്. അങ്ങനെയെല്ലാം ഇപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പാടങ്ങളെല്ലാം റബ്ബർ വെച്ചു. അതുകൊണ്ട് ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. വാഴയും റബ്ബറും, നിലമൊന്നുമില്ല. അങ്ങനെ സാറിന്റെ കഥ വളരെ മനോഹരവും എൻ്റെ നാട് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒന്നുമില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വന്നതോടുകൂടി എല്ലാം വിറ്റൊക്കെ നശിപ്പിച്ചിട്ടാണ് വന്നത്. ആലോചിക്കുമ്പോൾ ദുഃഖം ഉണ്ടാകും. എങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും. എനിക്ക് മനസ്സങ്ങോട്ട് പഴയ പൂർവകാല സ്മരണകളെ അയവിറക്കുന്നതായി തോന്നുമ്പോൾ നഷ്ടസ്വപ്നങ്ങൾ തന്നെയാണ്. സാറിന്റെ കഥ വളരെ മനോഹരമായ രീതിയിൽ സാഹിത്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കഥ, നല്ല പറച്ചില്, ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ, താങ്ക് യു. സാറേ, ഈ കഥയില് സാറ് എങ്ങനെയാ പ്രവേശിക്കുന്നത്? സാറ് എങ്ങനെയാ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? സുഹൃത്തിന്റെ കത്ത് എഴുതി ഞാനാണ് ആദ്യം. അയാളുടെ സുഹൃത്ത് ഞാനാണ്. ശരി ശരി. സാറാണ് കത്ത് എഴുതി കൊടുത്തത് അല്ലേ? ഇല്ലല്ല, സ്കൂളിലെ സുഹൃത്ത് ഞാനാണ്. സ്കൂളിലെ സുഹൃത്ത് പഠിച്ചത് എന്റെ സുഹൃത്താണ്. അയാളുടെ പേര് രാമസ്വാമി എന്നായിരുന്നു. അവര് തിരുവനന്തപുരത്ത് അവിടെ സ്പിന്നിങ് മില്ലുണ്ട്. അവിടെ കുറെ തൊഴിലാളികളുണ്ട്. അവർക്ക് തമിഴ്നാട്ടിലുള്ളവരാണ്. ഒരാളുടെ മോനാണത്. അപ്പൊ എന്റെ കൂടെ സ്കൂളിൽ പഠിത്തമായിരുന്നു. പുള്ളി അന്ന് തന്നെ സ്കൂളിലും കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. ക്ലാസ്സിൽ അത്ര പഠിത്തം ഇതില്ലായിരുന്നു. അപ്പൊ ക്രാഫ്റ്റ് സമയത്തൊക്കെ അങ്ങനെ വിളിച്ചോണ്ട് പോകും. എല്ലാവരും പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുപോകുന്നു. പിന്നെ കൃഷി ചെയ്യാനും തോട്ടം നോക്കാനൊക്കെ ആയിട്ട്. പക്ഷെ പഠിത്തത്തിൽ ഇത്തിരി മോശമായിരുന്നു. ഇവരുണ്ട് എന്റെ സുഹൃത്താണത്. പറയും. താങ്ക് യു സാർ. മോഹൻദാസ് സാറിന് നമസ്തേ. അതുപോലെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സാറിന്റെ കഥ കഥയല്ല, ലേഖനം ഒന്ന് സാറ് പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് ലേഖനമാണോ കഥയാണോ എന്നുള്ളത് ഒരു സംശയം അവിടെ നിൽക്കട്ടെ. പക്ഷെ വളരെ നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വായനയായിരുന്നു സാറിൻ്റെത്. കാരണം ഈ പറഞ്ഞ പിന്നെ ഈ 7ാം ക്ലാസ്സിലുള്ള ആളായിരുന്നെങ്കിൽ കൂടി അയാളുടെ മനസ്സിന്റെ ആ ഒരു വിശാലത നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സാർ അയച്ച ലെറ്ററിന് മറുപടി അയക്കുന്നതും അത് ആ ലെറ്റർ കണ്ടപ്പോൾ അത് ഉൾക്കൊണ്ടതും അപ്പോഴുണ്ടായിരുന്ന വികാരങ്ങളും ഒക്കെ നമ്മളെ മനസ്സിലൂടെയും കടന്നുപോയി സാർ. അതുപോലെ കർഷകന്റെ കാര്യം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അവരവരുടെ ജീവിതത്തിലെ കർഷകരുടെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അതില് സത്യം പറഞ്ഞാൽ എനിക്കും ഈ കർഷക കാര്യങ്ങളുമായിട്ട് കൂടുതൽ, കാരണം സ്കൂളിൽ പോകുന്നത് ഒരു പാടത്തിന്റെ നടുവിലൂടെയാണ്. വേറെ വഴിയുണ്ട്, റോഡിലൂടെ വഴിയുണ്ടെങ്കിൽ കൂടി പാടത്തിലൂടെ പോകാനായിരുന്നു ഇഷ്ടം. കാരണം ഈ കൃഷികളൊക്കെ കണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഈ സ്ഥിരം കുറച്ചു പേരുണ്ട് കർഷകര്. അവര് ഒരു തുണ്ട് പാടത്തിലാണ് ഒരു ദിവസം നിൽക്കുന്നതെങ്കിൽ അടുത്ത തുണ്ട് പാടത്തിലായിരിക്കും അവർ അടുത്ത ദിവസം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ കണ്ടു പോകുമ്പോൾ ആ നടുക്കൂടെ പോകുന്ന ആ ഒരു പിന്നെ തോട്, പിന്നെ മഴ പെയ്യുമ്പോൾ നല്ല ചെളി കാണും വരമ്പില്.
അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചെളിയിൽ ചവിട്ടിയിട്ട് ചിലരൊക്കെ വീഴും. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു പാടത്തിൻ്റെയും വയലിൻ്റെയൊക്കെ ഓർമ്മ കൊണ്ടുവരാൻ സാറിന് സാധിച്ചു. അതുപോലെ തന്നെ കർഷകന്റെ ബുദ്ധിമുട്ടുകൾ അത് തീരാ ദുഃഖം തന്നെയാണ്. ഈ പ്രകൃതിയിൽ മഴ പെയ്യുന്നത് പോലെ അവര് ഈ സീസൺ അവരുടേതായ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ബാധിക്കുന്ന കർഷകരെയാണ്. നമ്മളത് മൈൻഡ് ചെയ്യാറേ ഇല്ല. കർഷകരെ അങ്ങനെ അവർക്കത് സംഭവിച്ചു, അവർക്ക് വായ്പ കൊടുക്കണം, അല്ലെങ്കിൽ വായ്പ എഴുതി തള്ളണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കർഷകന്റെ മരണം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു കാര്യമായിട്ട് വായിച്ച് തള്ളാറാണ് പതിവ്. പക്ഷെ ഒരു പച്ചമുളക് പോലും വീട്ടിൽ കൃഷി ചെയ്തെടുക്കാത്തവരാണ് ഈ കർഷകന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ ഉൾക്കൊള്ളാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുമ്പോൾ നിസ്സാരമായിട്ട് കീടനാശിനി തളിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണെങ്കിലും കുറച്ച് തളിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഇത്രയും മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള അന്നം തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് തരുന്ന കർഷകൻ, അദ്ദേഹത്തിന്റെ ബോധം, തിരിച്ചു മറുപടി എഴുതിയ ആള് ഇയാളെ മനസ്സിലാക്കി എന്നുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. കാരണം ഇവരുടെ ഒന്നും ബുദ്ധിമുട്ടുകൾ ഒരിക്കലും തീരുന്നതേയില്ല. അവരെങ്ങനെയാണോ ഈ 7ാം ക്ലാസ്സുകാരൻ പാടത്തേക്ക് ഇറങ്ങി, അയാൾ ഒന്നും തന്നെ നേടിയിട്ടില്ല, അതുപോലെ തന്നെയാണ് അയാൾ ജീവിച്ച ജീവിതം തീർക്കുന്നത്. അതേസമയം അതേ കാലയളവിൽ തന്നെ ഉള്ള ആൾക്കാരും മറ്റു പലരും ക്ലാസ്സിൽ ഇരുന്നവരെ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടും അയാൾ കാണുന്നുണ്ട്. അയാൾ മണ്ണിനോടും മനുഷ്യനെയും സ്നേഹിച്ചതിൻ്റെതാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളിവിടെ അടുത്ത് ഒരാൾ വന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് പൈസ കടം ചോദിച്ചു. പിന്നെ ഹസ്ബൻഡ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരിക്കലും വീട്ടാൻ പറ്റാത്ത ഇത് കടമായിട്ട് ചോദിച്ചെങ്കിൽ പോലും എനിക്കത് തിരിച്ചു വേണ്ട. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് കടം എനിക്കുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ കണക്ക് മാഷ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇടുന്ന കണക്കുകളെല്ലാം, കണക്ക് ബോർഡിൽ എഴുതിയിടുന്നതിന് മുമ്പ് തന്നെ ഈ വന്ന ആള് അതിന്റെ ആൻസർ എഴുതിയിരിക്കും. അത് കോപ്പി അടിച്ചായിരുന്നു ഇവരെല്ലാരും കണക്ക് സാറിൽ നിന്ന് അടി കൊള്ളാതെ രക്ഷപ്പെട്ടിരുന്നത്. അപ്പൊ ആ ആളെന്ന് ഒന്നും ആയിട്ടില്ല, അയാൾ ഇപ്പോൾ കടം മേടിക്കാൻ വരികയാണ്. അയാളുടെ കണക്ക് കണ്ടെഴുതിയ ഇവരൊക്കെ ഇപ്പോൾ ഓരോ ലെവലിലെത്തി. അപ്പൊ അത് പുള്ളി ഭയങ്കര വിഷമത്തോടു കൂടി ഈ പോകുന്ന ആൾ ഇങ്ങനെ ആകേണ്ട ആളല്ല, എന്തൊരു മിടുക്കനായിരുന്നു, പഠിക്കാൻ എന്ത് ചുണയനായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ കുറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത് ഒന്ന് വരച്ച് കാണിക്കുകയായിരുന്നു സാറ്. വളരെ ഹൃദയസ്പൃക്ക് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ ലേഖനത്തിലൂടെ മോഹൻദാസ് സാർ തന്നത്. വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വായിച്ചതിൽ നിന്ന് സാറിൻ്റെ ഇത് വായിക്കുന്നത് നല്ല രസമായിരുന്നു. അത് കേൾക്കാൻ അടുത്ത സംഭവങ്ങളിലേക്ക് സാറ് ഓരോ സെന്റൻസ് കേൾക്കും. റോയ് സാറൊക്കെ പറഞ്ഞ പോലെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് സാർ അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിനും നന്ദി സാറേ, സന്തോഷം. സാറേ നമസ്കാരം. മോഹൻദാസ് സാർ, സാബു സാർ, ഉഷ മാഡം, എന്തായാലും ഈ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കഥ എഴുതുന്നവര്, പിന്നെ അതുപോലെ ഒരുപാട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് കഴിവുള്ളവരാണ് എല്ലാവരും. അതിന് എനിക്ക് പിന്നെ എന്താ പറയേണ്ടത്, അഭിമാനമുണ്ട്. നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇടയ്ക്കേ വരാൻ പറ്റുന്നില്ല, എപ്പോഴും വരാനും പറ്റുന്നില്ല. പക്ഷെ ഈ കൃഷിന്റെ കാര്യം പറയുമ്പം നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് കൃഷിക്കാരെയാണ്. കാരണം നമ്മുടെ അന്നാണ് അവര് മണ്ണിൽ പണിയെടുക്കുന്നുണ്ടാണ് നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നത്, അരി ആഹാരം കഴിക്കുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സുഖിയൻ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മളെ വീട്ടിൽ കാസർഗോഡ് താമസിക്കുമ്പോൾ 1 ഏക്കറോളം കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൃഷി സ്ഥലത്ത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു ആ കൃഷി സ്ഥലം. അത് പാട്ടത്തിന് കൊടുക്കായിരുന്നു, കൃഷി ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ നമ്മൾ കാണുന്നത് വലിയ തവള പോലത്തെ ഒരു കാറിൽ കുറെ നെല്ല് കൊണ്ടുവരുന്നതാണ് ഞാൻ കാണുന്ന രംഗങ്ങള്. അത് കൃഷി ചെയ്യുകയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയിട്ടാകുമ്പോണ്ടല്ലോ എൻ്റർലി ഡിഫറെന്റ്. കുമാരേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ്.
ചെറുപ്പം മുതൽ അധ്വാനിക്കുന്ന പറഞ്ഞാൽ കഥകളാണ് പറയാ. ആ സ്കൂളിൽ പോകുമ്പം കൃഷി ചെയ്തിട്ട് പോകുന്നതും പിന്നെ അത് നമ്മള് പിന്നെ നെല്ല് മോർന്നിട്ട് മീൻസ് കൊയ്തിട്ട് അത് നെല്ല് കുത്തിയിട്ട് ചോറ് വരെ ആക്കേണ്ടി വരുന്നുണ്ട് അമ്മ പണിക്ക് പോകുമ്പോ എന്നുള്ള രീതിയിൽ. ആ ആ അവസ്ഥ, അതായത് ജോലിയിൽ ഇപ്പം ഇത്ര വലിയ അസിസ്റ്റന്റ് കമാൻഡർ ആയെന്ന് പോലും കുമാരേട്ടൻ അതേ അവസ്ഥയിൽ തുടരുകയാണ്. കൃഷി ഉണ്ടല്ലോ അത് വിട്ടിട്ടില്ല. ഇപ്രാവശ്യം 1/2 ഏക്കറോളം കൃഷിയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാം വെള്ളത്തിലായി പോയി. നല്ല മഴ പെയ്തു, അത് കംപ്ലീറ്റ് പണിയെടുപ്പിച്ചിട്ട് അതെല്ലാം പോയി, പൈസ എടുത്തെല്ലാം നഷ്ടമായി. പക്ഷെ നമ്മൾക്ക് ഇപ്പം ആരോ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം വെണ്ടയ്ക്ക എല്ലാം ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക, പൊട്ടിക്ക, പയറ്, മത്തൻ എല്ലാം കൃഷി ചെയ്യും. കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം കൃഷി ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തു പറഞ്ഞാല് വെള്ളരിക്ക എന്ന് പറയുമ്പോ നിറയെ ഉണ്ടായിരുന്നു, വലിയ വലിയ വെള്ളരിക്ക. അപ്പം അത് കുറെയെല്ലാം നമ്മളെ അടുത്തുള്ള വീട്ടില് എല്ലാം കുമാരേട്ടൻ തന്നെ സഞ്ചിലാക്കി കൊടുക്കും. അപ്പൊ മോൻ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, അവനിങ്ങനെ ട്രെയിനിങ് ചെയ്യായിരുന്നല്ലോ പൈലറ്റിന്റെ. അപ്പൊ ഡാഡി പിന്നെ നമുക്ക് UP പോണം, എന്റെ പിന്നെ ചടങ്ങാണ്, അതിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ. അപ്പൊ കുമാരേട്ടൻ പറഞ്ഞു, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല മോനെ, കണ്ടത്തില് കുറേ വെള്ളരിക്കുണ്ട്, എന്ത് ചെയ്യല്, ഞാൻ വരുന്ന. അപ്പൊ പറഞ്ഞു, ഡാഡി ജീപ്പ് എടുത്തിട്ട് പോന്നു, മമ്മിയും ഡാഡി എന്തായാലും വരണം. അപ്പം എന്ത് ചെയ്യും? അപ്പൊ മോൻ എൻ്റെ അടുത്ത് മെല്ലെ വന്നു, മമ്മി എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, എടുക്ക്, കണ്ടത്തില് പോവാന്ന് പറഞ്ഞു. അതെല്ലാം പറിച്ച് ജീപ്പിലാക്കി. ജീപ്പിലാക്കിയിട്ട് നീലേശ്വരം കൊണ്ടുപോയി കേട്ടോ. ആദ്യമായിട്ട് പോവാ. ഒരു കടയിൽ ചോദിച്ചു, വെള്ളരിക്ക കിലോ എത്രയായിട്ടാ നിങ്ങൾ എടുക്കുക? കിലോ 16 രൂപ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലോർത്തു, ഈ കൃഷിക്കാരുടെ അവസ്ഥ. 1 കിലോ വെള്ളരിക്ക വെക്കുമ്പോ 16 റുപ്യാണ് കടക്കാരൻ കൊടുക്കുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ കുറച്ച് വെള്ളരിക്ക വാങ്ങും, നമുക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റില്ല, കുറച്ച് ഇതിൽ നിന്ന് വാങ്ങാന്ന് പറഞ്ഞ് ഒരു കടയിൽ പോയി. പിന്നെ ഒരു കടയിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ 15 വാങ്ങുക, കുഴപ്പമില്ല 16 എടുക്കാം. അപ്പൊ ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വെള്ളം വളം എല്ലാം ഇട്ടിട്ട് അവനിങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങള് ചെറിയ പൈസക്ക് കടക്കാരെടുത്തിട്ട് അത് ഭീമമായിട്ടുള്ള പൈസക്കാണ് എന്നിട്ട് നമ്മളതിൽ കുറച്ച് കിലോ ബാക്കിയായി പോയി. മെല്ലെ അവിടെ തന്നെ വെച്ചു. നമ്മള് വണ്ടിയെല്ലാം എടുത്തിട്ട് പോകുമ്പോ മംഗലാപുരത്ത് മൂകാംബികന്റെ അവിടെ ഒരു ഹോട്ടലില്, അമ്പലത്തിൽ പോയിട്ട്, ഇവിടെ വെള്ളരിക്കല്ല എങ്ങനെയാ വില? വെള്ളരിക്ക 25 കിട്ടാറുണ്ട്, നിങ്ങൾ എടുക്കുമ്പോ നമുക്ക് 20 അങ്ങനെ എന്താ പറയുമ്പോ കുറച്ച് കാര്യം ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ കാലിവെള്ളം ഇട്ട വെള്ളരിക്ക കുറച്ച് നമ്മളെ വണ്ടിയിൽ എടുത്തുകൊണ്ട് 4-5 കിലോ ഉള്ളൂ, നമുക്കത് കളയാൻ പറ്റില്ലല്ലോ, അതവിടെ വിറ്റു. അങ്ങനെ ഒരു സംഭവം നമ്മളെ ലൈഫിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, അതല്ല ഈ കഥയില് മുത്ത്, ഞാൻ ആദ്യം വിചാരിച്ചു മുത്തേന്ന് നമ്മൾ സ്നേഹത്തിൽ വിളിക്കല്ലേ, ഏതായാലും നല്ല പേരാന്ന് അയക്കിട്ടില്ല. മുത്തേ എന്നുള്ള ആ വിളി ഉണ്ടല്ലോ, ആ വിളി പിന്നെ പഠിത്തം നിർത്തുന്ന പറയുമ്പോ എനിക്ക് തോന്നുന്നു ഈ പണ്ടെല്ലാം വീടുകളില് ഒരു 5-6 മക്കളുണ്ടെങ്കിൽ മൂത്ത പെൺകുട്ടിക്കും മൂത്ത ആൺകുട്ടിക്കും എപ്പോഴും ഇതുപോലെയുള്ള പണിയാണ്. കാരണം മൂത്ത പെൺകുട്ടിയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ താരാട്ട് പാട്ടിട്ട് ഉറക്കാനും വീട്ടിലെ പണിയെടുക്കാനും അവര് പഠിത്തം നിർത്തും. ആൺകുട്ടികളാണെങ്കിൽ കൃഷിയിൽ ഏർപ്പെട്ടാൽ പിന്നെ അവര് പിന്നെ കൃഷിയിൽ തന്നെ. പിന്നെ താഴെയുള്ള കുട്ടി, അതിൽ സങ്കടം വരുന്ന ഒരു കാര്യം, ഇങ്ങനെ മൂത്ത ആള് കൃഷി ചെയ്തിട്ടായിരിക്കും ഇവനെ MBBS-നും എഞ്ചിനീയറിങ്ങിനും പഠിപ്പിച്ചിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവരെ വായിന്ന് എന്തെങ്കിലും, ഏട്ടൻ എത്ര പ്രാവശ്യം പൈസ തരേണ്ടത് എന്നൊക്കെ പറഞ്ഞു കേട്ടാല് അവരുടെ ആ മനസ്സുണ്ടല്ലോ വളരെ തളർന്നു പോകും. അന്നേരം മനസ്സുകൊണ്ട് പറയും, എടാ നിന്നെല്ലാം പഠിപ്പിച്ചത് ഈ കൃഷിപ്പണി എടുത്തിട്ട് ഞാൻ തളർന്നത് അതുകൊണ്ടാന്നുള്ളത് അവർ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ ദാരിദ്ര്യത്തിനെ പറ്റി പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിനെ പറയുമ്പോൾ ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കൃഷിക്കാര് നമ്മള് എന്താ പറയണ്ടേ, ഈ പണ്ടെല്ലാം തമാശക്ക് ഇങ്ങനെ ശമ്പളം എല്ലാം കുറെ ഉണ്ടാകുമ്പോ പറയണ്ടേ, 1-ാം തീയതി ശമ്പളം കിട്ടും, 2-ാം തീയതി എല്ലാം കൊടുത്തു തീർക്കും, 3-ാം തീയതി കടം മേടിക്കുന്നു. അതുപോലെ ഈ കൃഷിക്കാരൻ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകുമ്പോ തന്നെ ആ ഭാരമല്ലാതെ അയാളെ മനസ്സിൽ വേറൊരു ഭാരമുണ്ട്. കാരണം ഈ കൊണ്ടുപോയിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ആ മേടിച്ചെടുത്ത് വീതിച്ച് കൊടുക്കാനല്ലേ ഉള്ളൂ ഇത് എന്നുള്ളത്. കാരണം അവന് എന്തെങ്കിലും കുരുമുളക് പറിച്ചാല് അവര് നോട്ട് വിട്ടിട്ടുണ്ടാവും, എനിക്ക് പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വൈകുന്നേരം വന്നിരിക്കും അവര്. അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ തെന്നലാകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് അടിച്ചിട്ട് പോകുന്നതും, പിന്നെ കൊടുങ്കാറ്റ് വരുമ്പോ അത് പറന്നു വന്നതും, പിന്നെ കടലിലെ തിരമാലകൾ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോ അത് അങ്ങനത്തെ കുറച്ച് ഉപമകളെല്ലാം പറഞ്ഞിരുന്നു.
ഏതായാലും നല്ല കഥയാണ് സാറേ. താങ്ക് യു സോ മച്ച്. അടുത്താരാ പറയുന്നേ? ഷാജി സാർ എന്തെങ്കിലും പറയാമോ? നേരെ ഓമന ടീച്ചർ ഉണ്ടല്ലോ. ഓമന ടീച്ചറെ മ്യൂട്ട് ചെയ്യാവോ? എന്നെ കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നേ. ഞാൻ അൺമ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ കാണും. അപ്പൊ നോക്കി അല്ല, ഉഷാ മാം എന്നെ പരിഗണിക്കുന്നില്ല എന്ന് കൃഷിക്കാരന്റെ മാതിരി ഞാനും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ കൃഷിക്കാരെ പറ്റി സാറിന്റെ കഥ ഒത്തിരി എന്താ പറയാ, സാറിങ്ങനെ കഥ എഴുതുന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇന്ന് കയറിയില്ല, നഷ്ടമായി പോയേനെ, അറിയാതെ പോയേനെ. പിന്നെ ഒരുപാട് പ്രതിഭകളാണ് ചുറ്റും ഇരിക്കുന്നത് എന്ന് പതുക്കെ പതുക്കെ മനസ്സിലാകുന്നുള്ളൂ. സാറിന്റെ കഥയെ പറ്റി പറയുന്നതിന് പകരം എല്ലാവരും കൃഷിക്കാരെ പറ്റി പറയുന്നു. കൃഷിക്കാരെ പറ്റി ഇങ്ങനെ പറയാനേ ഇനി നേരം കാണുള്ളൂ. കാരണം കൃഷിക്കാരൊന്നും, കൃഷിസ്ഥലങ്ങളൊന്നും ഇല്ലാണ്ടാവുമല്ലേ. എവിടെ ചെന്ന് നോക്കിയാലും ഇപ്പൊ നമ്മൾ ആദ്യം താമസിച്ച ഭാഗത്തൂടെ ഇപ്പൊ ഒന്ന് ചെന്ന് നോക്കിയാൽ നമ്മളിവിടെ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്ന കണ്ടത്തിന്, വയലിന് ആത്തിക്കണ്ടെന്നാ പറയാ. ഈ ആത്തിക്കണ്ടത്തിൽ പോലും വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടുകളാണ്. എവിടെയാണ് ഇനി കൃഷി ചെയ്യുക? കൃഷിക്കാരൻ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീർക്കേണ്ടി വരും. എവിടെയും കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല, എല്ലാം വീടുകളും റിസോർട്ടുകളുമായി മാറി. അപ്പൊ സാറിന്റെ കഥയെ പറ്റി പറയാം, അതുകൊണ്ട് കൃഷിക്കാരെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുമ്പോ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പട്ടിണി കിടക്കാം. പിന്നെ സാറ് ഒത്തിരി ഭയങ്കര രസമായിട്ട് സാർ എഴുതി. ഇങ്ങനെ എന്താ പറയാ, പഴയ പണിയെടുക്കാൻ മാത്രം അറിയാവുന്ന നിഷ്കളങ്കരായ കുറെ ആളുകൾ പണ്ടുണ്ടായിരുന്നു. അതിലേക്ക് സാറ് കൃത്യമായിട്ട് ആഴ്ന്നിറങ്ങി. സാറിന്റെ സ്വന്തം അനുഭവം ആയതുകൊണ്ട് സാറ് വായിക്കുമ്പോഴും അതിൻ്റെതായ തന്മയത്വം നന്നായിട്ടുണ്ടായിരുന്നു. ശരിക്ക് പ്രകൃതിയെ നമ്മൾ അനുസരിച്ചുകൊണ്ടാണ് പ്രകൃതിയെ ഭരിക്കേണ്ടതെന്ന് പറയും. ഇപ്പം നമ്മൾ ആരാ പ്രകൃതിയെ അനുസരിക്കുന്നത്? ആരുമില്ല. എല്ലാവരും പ്രകൃതിയെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നല്ല ഇങ്ങനെ ഒരു, എനിക്കിന്നൊരു പുതിയ അറിവാണ് കിട്ടിയത്. നായനാർ സാർക്ക് ഇങ്ങനെയും കൂടി ഒരു മുഖമുണ്ടെന്ന്. സാറിന്റെ ബഹുമുഖ പ്രതിഭയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. താങ്ക് യു സാർ. കൺഗ്രാജുലേഷൻസ് മോഹൻദാസ് സാർ. താങ്ക് യു. ഷാജി സാറ്, സുധോധന സാറ്, സാംസങ് സാറ്, മോഹൻദാസ് സാറ്, സാറിന്റെ വൈഫ് ഉണ്ടോ പ്ലാറ്റ്ഫോമില്? അത് സാറിന്റെ ബേസിൽ നിന്ന് കയറിയേക്കുന്നതാണോ? ഇല്ല, ഉണ്ട്. ഉണ്ടോ സാർ? ഒന്ന് വരാൻ പറയോ? പ്ലീസ് മാം. ലാലി മാം പ്ലീസ്. കാണുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടാവും സാറിനെ കുറിച്ച്, സാറിന്റെ കഥയെ കുറിച്ച്. സാറിന്റെ കഥയെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കൊന്ന് പ്രത്യക്ഷപ്പെട്ട് തന്നാലൊന്ന് കാണാമായിരുന്നു. അല്ലെ, സാറ് വിളിക്കാൻ പോയതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഷാജി സാറ്, സുധോധൻ സാറ്, ആരെങ്കിലും എന്തെങ്കിലും പറയോ സാറിന്റെ കഥയെ കുറിച്ച്? ഇനിയും പറയാനുണ്ടല്ലോ. ഓക്കെ. വിളിക്കാൻ പോയതാണ്. ചിലപ്പോ താമസം ഉണ്ടാവുമെന്ന് അറിയില്ല. വേറെ മുറിയിലായിരിക്കും ഇരിക്കുന്നത്. എക്കോ വരുമല്ലോ, അതുകൊണ്ടേ. ഡിവൈസ് ആണെങ്കിൽ വേറെ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നേ. ഷാജി സാറിനൊക്കെ എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. സുധോൻ ഡോക്ടർക്ക് പറയാം. പിന്നെ ആരാ? ജോർജ് സാർ പറഞ്ഞു മാം വരുന്നുണ്ടെന്ന്. മ്യൂട്ടാ സാർ, മ്യൂട്ടാ. സാർ മ്യൂട്ടാ. സാർ ഇപ്പൊ കേൾക്കാം. മ്യൂട്ടാണ് സാറിന്റെ മ്യൂട്ട്. മോഹൻദാസ് സാറ് മ്യൂട്ടാണേ. ഓക്കെ. കൊച്ചുമോന്റെ അടുത്തിരിക്കുകയാണ്. ഓക്കെ സാർ. ഓക്കെ. എന്തായാലും കേറി സാറിന്റെ കഥ കേട്ടിട്ടുണ്ടാവും, വായിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. സാറിനോട് അഭിപ്രായം പറയും. അപ്പൊ അത് സാർ പിന്നീട് പറഞ്ഞാൽ മതി അല്ലേ? ഇനിയുണ്ടല്ലോ ഷാജി സാർ. ആരാ ഉള്ളത് ഇനി? മ്യൂട്ട് ചെയ്യോ? രമ പറഞ്ഞു. പിന്നെ രമാവതി, ലാലി, മോഹൻദാസ്, സുധോൻ ഡോക്ടറും ഷാജി സാറും മാത്രമേ പറയാനുള്ളൂ. ഷാജി സാർ അൺമ്യൂട്ട് ചെയ്യോ?
സുധൻ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. മേഡം, എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ശരി ശരി വർത്താനം ഓക്കെ. പറയുന്നതിന്റെ ഓക്കെ ഇടയിൽ ഓക്കെ. അവരുടെ ശരി ശരി. വർത്താനം പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ കഥ മുറിഞ്ഞ് കേൾക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ അവരിറങ്ങി. അപ്പോൾ അത് ഞാൻ കേട്ടു. ഈ കർഷകരുടെ അതൊന്നും കഥയല്ല, അത് വലിയ സങ്കടകരമായ ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ. ഞാൻ വെറ്ററിനറി ഡോക്ടറാണ്. ഉഷ മാഡത്തിന് അറിയുമെന്ന് തോന്നുന്നു. എനിക്ക് സംസ്ഥാന സർക്കാരിന്റെ കർഷക മിത്ര അവാർഡ് കിട്ടിയ ആളാണ്. കർഷകരെ സഹായിക്കുന്നതിനൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ കർഷക മിത്ര അവാർഡൊക്കെ തന്നതാണ്. അപ്പൊ ഞാൻ നോമിനേറ്റ് ചെയ്ത് കുറച്ചു പേർക്ക് ഈ മലയാള മനോരമയുടെ കർഷകശ്രീ അവാർഡും അതുപോലെ ഗവൺമെന്റിന്റെ കർഷകോത്തമ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭുവനേശ്വരി അമ്മ, CJ സ്കറിയാപിള്ള, സ്വപ്ന ജെയിംസ്, അങ്ങനെ കുറെ പേരൊക്കെ നോമിനേറ്റ് ചെയ്തു. അപ്പൊ ഈ കർഷകരുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കിത് കഥയല്ല. കാരണം ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ആദ്യം എല്ലാവരും വിതച്ചു, അത് മഴയത്തങ്ങ് ഒലിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കർഷകശ്രീ അവാർഡ് കിട്ടിയ ഭുവനേശ്വരി അമ്മയുടെ കഥ പറയാം. അവർ 22,000 രൂപയ്ക്ക് വിത്തൊക്കെ വാങ്ങി വിതച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഈ അപൂർവ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന ആളാണ്. നവര, രക്തശാലി, അങ്ങനെ തുടങ്ങിയ ഔഷധ നെല്ലുകളൊക്കെ കൃഷി ചെയ്ത് നല്ല വിലയ്ക്ക് വിൽക്കുന്നതാണ്. അതെല്ലാം പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് അതെല്ലാം ഞാറ് നട്ടു കഴിഞ്ഞപ്പോൾ ഞാറ് നടുക എന്ന് പറഞ്ഞാൽ അതിന് ഞാറ്റടിയൊക്കെ തയ്യാറാക്കി അതിനെ പരിപാലിച്ചൊക്കെ വേണം അത് പറിച്ചു നടാൻ. ഒരുപാട് ജോലിക്കൂലി വരുന്നതാണ്. അതും കഴിഞ്ഞ് അതൊക്കെ നട്ടു കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് എല്ലാം വെള്ളത്തിൽ മൂടി, അതെല്ലാം അളിഞ്ഞുപോയി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ കൃഷിപ്പണി ചെയ്യാനായിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കർഷകശ്രീ അവാർഡ് കിട്ടിയ ഭുവനേശ്വരി അമ്മയാണ് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ്, കൂലി കൊടുക്കാൻ പൈസ ഇല്ല, ഒരു 10,000 രൂപ കടം തരുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ അത് കടം കൊടുത്തിട്ട് അതുകൊണ്ട് ഈ അളിഞ്ഞുപോയ ഞാറിന്റെ സ്ഥാനത്ത് പുതിയ ഞാറ് വാങ്ങിയിട്ട് അവർ നട്ടു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അതിനെ കള പറിക്കണം, അതിന് വളം ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് കൊയ്ത്ത് സമയം വരുമ്പോഴത്തേക്ക് കൊയ്ത്തന്ത്രത്തിന് വാടക കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് കുറച്ച് പൈസകളായിരിക്കും. ഈ കടമൊക്കെ തീർത്ത് ലോണൊക്കെ അടച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് കർഷകർ ഭയങ്കര ദുരിതത്തിലും ദുഃഖത്തിലുമാണ് കേരളത്തിൽ. അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ മന്ത്രിയൊക്കെ പറയും, നിങ്ങളാരും കൃഷി ചെയ്യേണ്ട, ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരാം എന്നൊക്കെ. ഈ ഭരണഘടന കുന്തമാണോ കുടച്ചക്രമാണോ എന്നൊക്കെ പറഞ്ഞ മന്ത്രി മാവേലിക്കര പ്രസംഗിച്ചു എന്ന് കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. കാരണം ഇവരൊക്കെ ഉരുട്ടി വിഴുങ്ങുന്നത്, ഇവരൊക്കെ വീർത്തിരിക്കുന്നതും ഒക്കെ ആരെങ്കിലും മണ്ണിലിറങ്ങി വെയിൽ കൊണ്ടും ചളിയിലിറങ്ങിയൊക്കെ കൃഷി ചെയ്തതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഈ വാങ്ങി കഴിക്കുന്നത്. പിന്നെ കർഷകരാരും അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കൃഷി ചെയ്യുന്നത്. രമാവതി മേഡം പറഞ്ഞത് ഈ വെള്ളരി കൃഷി ചെയ്തിട്ട് വിൽക്കാൻ നടന്നില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഈ കുറച്ച് വാഴ ഒക്കെ വെച്ചിട്ട് വാഴക്കൊല വിൽക്കാൻ പോയാൽ അതിന് തീരെ പൈസ കിട്ടില്ല. ഒരു കൊലയ്ക്കൊക്കെ പരമാവധി 50 രൂപ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ചീർപ്പ് ഈ ഞാലിപ്പൂവൻ വാങ്ങാൻ ചെന്നാൽ 60 രൂപ 70 രൂപ നമ്മൾ എടുത്തു കൊടുക്കണം, എങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ. അതുപോലെ ഈ ഓരോന്നിനും പച്ചക്കറിക്കൊന്നും ഒരു വിലയില്ല. വീടിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും, 100 രൂപയ്ക്ക് 6 കിലോ തക്കാളി എന്നൊക്കെ പറഞ്ഞ്. ഈ 6 കിലോ തക്കാളി ഉണ്ടാക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. നമ്മളൊരു നന്ദിയില്ലാത്ത വർഗ്ഗമാണ് അത് ഈ മലയാളി എന്ന് പറഞ്ഞാൽ. ഒരു നന്ദിയില്ലാത്ത ഒരു വർഗ്ഗമാണ്. ഈ ഉണ്ണാൻ ഉടുക്കാൻ ഒക്കെ തരുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ കർഷകർക്ക് വലിയ ആദരവും കർഷകരുടെ ഈ ക്ഷേമം ഗവൺമെന്റ് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കഥയിൽ ഞാൻ ഈ മുറിഞ്ഞു കേട്ടതാണ്. അതിഥികളോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കേട്ട് അതിൽ ഈ കർഷകന്റെ സങ്കടങ്ങളും മഹാദുഃഖവും ഒക്കെയാണ് പറഞ്ഞ. കടം മേടിക്കലും പിന്നെ കത്തെഴുതിയതൊക്കെ എന്നെ വല്ലാതെ സ്പർശിച്ചു പോയി. അതാണ് ഉടനെ എനിക്ക് എന്നൊരു ഒരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഒരു ആസ്വാദനം പറയാൻ കഴിയാത്ത വിധത്തില്. കാരണം അവരുടെ വലിയ മഹാദുഃഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീരെ അവർക്ക് ഒട്ടും വില കൊടുക്കാത്തൊരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ ഈ പഴയ ചങ്ങാതിമാര് കൃഷിക്കാരെയൊക്കെ അവരുടെ ഒക്കെ ജീവിതം ഭയങ്കര ദുഃഖം ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ ആകെ നന്നായി ജീവിക്കുന്നവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ രാഷ്ട്രീയക്കാരും മാത്രമേ കേരളത്തിൽ സുഖമായി കണ്ണീര് ഒഴിക്കാതെ ജീവിക്കുന്നുള്ളു. അപ്പൊ ഈ കൃഷിക്കാരൊക്കെ മഹാസങ്കടത്തിലും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് പാലക്കാടുകാർക്ക് ഈ മോഹൻദാസ് സാറിന്റെ വായിച്ച കഥയൊക്കെ ആലപ്പുഴയിൽ കുട്ടനാട്ടിലും പാലക്കാടുകാർക്കും ഒക്കെ അത് ശരിക്ക് ഹൃദയത്തിൽ തട്ടുന്ന കഥകളാണ്. അപ്പോൾ
പക്ഷെ ഇങ്ങനെയുള്ള കഥയൊന്നും എഴുതിയാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഈ പണ്ടത്തെ കർഷകരുടെ ദുഃഖവും സങ്കടവും മക്കൾ രമാവതി മാഡം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഈ മൂത്ത മക്കളുടെ ചുമരിലാണ് ഈ മറ്റേ കൃഷിയുടെയും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഞാനും എൻ്റെ ഭാര്യയൊക്കെ കർഷക കുടുംബങ്ങളിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ പോലും ഞങ്ങളൊക്കെ കൃഷി ഒരുപാട് തേങ്ങ ഉണങ്ങാൻ ഇടുകയും അത് വാരി ഇടുകയും അത് കൊപ്രയാക്കുകയും വെളിച്ചെണ്ണ ആട്ടാൻ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഈ കർഷകരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട്. ഇപ്പൊ ഒരു തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്, 40 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ തെങ്ങുകളിലൊക്കെ കിട്ടുന്നതിന് നല്ല വില. നേരത്തെ 10 രൂപയ്ക്ക് ഇത് വേണമെന്ന് ചോദിച്ച് ഞാൻ നടക്കുമായിരുന്നു. സ്കൂളിലെ നൂൺ ഫീഡിങ്ങിന് നാളികേരം അങ്ങോട്ട് പോയി ചോദിക്കും, അത് വേണമെന്ന് ചോദിച്ചു. വലിയ ത്യാഗം സഹിക്കുന്ന പോലെ ആണെങ്കിൽ ഇത് വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങാപ്പരയ്ക്കകത്ത് തേങ്ങ ആകാശമുട്ട കിടക്കുക, അതൊന്ന് ഒഴിവാക്കാനായിട്ട്. ഇപ്പൊ പക്ഷെ നല്ല വിലയൊക്കെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് പാരഫിനൊക്കെ വെളിച്ചെണ്ണയാക്കിക്കൊണ്ട് ഉള്ളതൊക്കെ കേരളത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെ കർഷകരുടെ ദുഃഖമൊക്കെ ഒരുപാട് പേര് കഥയായിട്ടും ഒക്കെ തകഴി മുതലേ എഴുതിയിട്ടുണ്ട്. അത് ഒരു വലിയ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാഞ്ഞു പോവുകയാണ്. ഇപ്പൊ ഇനി പിള്ളേർക്ക് ചോറൊന്നും വേണ്ട, ഷവർമയും അതുപോലെ കുഴിമന്തിയൊക്കെ മതിയല്ലോ. അപ്പൊ കുഴിമന്തിയുടെ ഒക്കെ വലിയ പരസ്യങ്ങളല്ലേ റോഡിന്റെ 2 സൈഡിൽ കുഴിമന്തി, ഷവർമ എന്നൊക്കെ പറഞ്ഞ്. ഇതിനൊന്നും ഈ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ല. അതൊക്കെ വൃത്തികെട്ട സാധനങ്ങൾ ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തായാലും കഥ നമ്മളെയൊക്കെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും അവരുടെ കുടുംബവും കാർഷിക അനുഭവങ്ങളും ഒക്കെയാണ് ഇവിടെ വർണ്ണിച്ചത്. അപ്പൊ ഞാനിത് ഈ അതിഥിയായിട്ടുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ ഒരു കാത് അങ്ങോട്ട് കൊടുക്കുകയും ഒരു കാത് മോഹൻദാസ് സാറിന്റെ കഥയ്ക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് കേൾക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഉഷ മാഡം എൻ്റെ ഈ ആസ്വാദനം ഏറ്റവും അവസാനമായി പോയത്. അത് ഇടയിൽ അതിഥികൾക്ക് അനാദരവ് തോന്നരുതല്ലോ. നമ്മൾ അവര് ഇരിക്കുമ്പോ ഞാൻ ഈ കഥയൊന്ന് കേട്ടോട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഏറ്റവും അവസാനമായത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ഈ കൃഷിക്കാരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും കഥയേ അല്ല, ഇത് കഥനം അല്ലെങ്കിൽ സങ്കല്പിച്ചൊക്കെയാണല്ലോ ഓരോരുത്തർ എഴുതുന്നത്. ഇതിൽ സങ്കല്പമൊന്നും വേണ്ട, ചുറ്റുമൊന്നും നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഒരുപാടെണ്ണം നമുക്ക് എഴുതാനും കാണാനും ഒക്കെ പറ്റും. എന്തായാലും ഇതുപോലൊരു വിഷയം സാറ് തിരഞ്ഞെടുത്തത് നന്നായി. കാരണം ഈ പെരുമഴയൊക്കെ ഒഴിഞ്ഞ് ഇന്നൊരു തെളിഞ്ഞ ആകാശമൊക്കെ കണ്ട് ആദ്യം ഞാൻ പാടത്തും പറമ്പിലും ഒക്കെയാണ് നോക്കിയത്. ഞാനും എൻ്റെ സഹധർമ്മിണിയും കൂടെ ഞങ്ങൾ തെങ്ങിന്റെയും ഒക്കെ പാടത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോ അതിഥികളും വന്നു. അപ്പൊ മോഹൻദാസ് സാർ ക്ഷമിക്കണേ, ഞാൻ ആദ്യ ഭാഗം കേൾക്കാൻ ഇങ്ങനെ ഇതൊക്കെ പങ്കുവെക്കുന്നവരാണ് ഞങ്ങൾ, അതേ വികാരം കൊള്ളുന്നവരും ഒക്കെയാണ്. എൻ്റെ ഭാര്യ നല്ല ഒന്നാന്തരം കൃഷിക്കാരിയാണ്. പക്ഷെ അത് വിൽക്കില്ല. എല്ലാവർക്കും ഇവിടെ വീട്ടിൽ ആര് വന്നാലും ഡിക്കി തുറക്കാൻ പറയും കാറിന്റെ, അതിനകത്തേക്ക് പച്ചക്കറിയും ചക്കയും മാങ്ങയും ഒക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ഫ്രീ കൊടുക്കുകയാണ്. കാരണം വിറ്റാ കാശൊന്നും കിട്ടില്ല. അത് തന്നെ കാര്യം. എന്തായാലും ഒരുപാട് വ്യസനം ഉണ്ടാക്കുന്ന ഒരു കഥ കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുകയാണ്. സാർ ഇതുപോലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഈ നോസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ലാതെ പണ്ടത്തെ സ്കൂളിന്റെ മുന്നിൽ കൂടെ നടന്നപ്പോൾ പ്രണയിനി ഓർത്തതൊന്നും അല്ല നോസ്റ്റാൾജിയ. പണ്ട് വീട്ടിലെ ഇല്ലായ്മയ്ക്കിടയിൽ നമ്മൾ കൃഷി ചെയ്തതും അന്ന് ഈ ഇത് പ്രകൃതി, സാറിന്റെ കഥയുടെ ഇടയിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, പ്രകൃതി ഇതിൽ വലിയൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇളം തന്നലും ഈ ആകാശത്തിലെ മേഘവും അതിൻ്റെ ഇടയിലെ പ്രകാശവും ഒക്കെ. സാർ നന്നായി, എനിക്കത് പൂർണ്ണമായിട്ട് എനിക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ ഈ റെക്കോർഡഡ് വെർഷൻ വരുമ്പോൾ ഞാനത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളാം. താങ്ക് യു സാർ. താങ്ക് യു സർ. സാർ അതുപോലെ തന്നെ ഇതില് കൃഷിക്കാരന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും ത്തേക്കാളൊക്കെ ഉപരി അതിനൊക്കെ അപ്പുറത്തേക്ക് സൗഹൃദത്തിന്റെ വലിയൊരു കെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മധുരതരമായിട്ടുള്ള ഓർമ്മകളും കൂടിയാണ് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാറ്. അത് ഏറ്റവും അതെ, അത് ഉഷ മാഡം പറഞ്ഞത് ശരിയാണ്. ഈ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയപ്പോഴേ കക്ഷത്ത് വെച്ചുകൊണ്ട് പോയത് അവിലായിരുന്നു. ആ അവില് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ അതേപോലെയാണ് ഇപ്പം കുചേലന്മാരായിട്ടുള്ള കർഷകർ നമ്മളെപ്പോലുള്ള പ്രഭുക്കളുടെ മുന്നിൽ വന്ന് മാറത്തെ വിയർപ്പുകളുമായിട്ട്, അതേപോലെ മുഷിഞ്ഞ വസ്ത്രവും ഭാര്യയുടെ ഡ്രസ്സ് പകുത്തുടുത്തതും ഒക്കെ ആയിട്ട് ആ കൃഷിക്കാരൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് വിലപേശാതെ വാങ്ങണേന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടെയാണ്. താങ്ക് യു. അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ. ഭക്ഷണത്തിന്റെ വിലയും അവ നമ്മുടെ മുമ്പിൽ എത്തുന്നതിനും പിൻപിലുള്ള ഒരു ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് സാറ് തന്നത്. സാറ് ഒരുപാട് എഴുതുമെന്ന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു.
അത് തന്നെയല്ല, എല്ലാ വിഷയങ്ങളിലുള്ള ഒരു അഗാധമായ പാണ്ഡിത്യമാണ് സാറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. സാർ എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അതുകൂടാതെ തന്നെ സാറിന് ഉദാത്തമായ ഒരു സ്നേഹം, മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആർദ്രത, മറ്റുള്ളവരുടെ ഉള്ള കാരുണ്യം, ഇതെല്ലാം സാറിന്റെ ഓരോ ഈ രചനകളിലും മാത്രമല്ല ഓരോ വാക്കുകളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ് ഭാഷയും മലയാള ഭാഷയെയും ഒരുപോലെ സാറ് നെഞ്ചേറ്റി കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയും അതിന്റെ അനുഭവം, അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ രചനകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജോലി തിരക്കുകൾക്കിടയിൽ പോലും സാറ് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും, വന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച് നോവുണർത്തുന്ന ആ ഓർമ്മകളെല്ലാം തന്നെ തൂലികയിലൂടെ കടലാസിലേക്ക് പകർത്തുകയും അവ ഇതുപോലെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വളരെ വളരെ ധന്യമായ നിമിഷം തന്നെയാണിത്. സാറിന് എല്ലാവരുടെയും പേരിലുള്ള ഒരു ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ മനസ്സ് നിറഞ്ഞ് തരികയാണ്. അതുപോലെ സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഞങ്ങളോട് എന്താണ് സാറിന് പറയാനുള്ളത് ഈ കഥയിലേക്ക് പോയ കാര്യം? സാറിന് ഒരുപാട് അനുഭവങ്ങളുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ഈ കഥ എഴുതാൻ? സാറിന് ഒത്തിരി സൗഹൃദങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ കുഞ്ഞു കൂട്ടുകാരന്റെ കഥ സാർ ഇവിടെ അവതരിപ്പിച്ചതിനോടൊപ്പം തന്നെ സാറിന് അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ടാവുമല്ലോ അദ്ദേഹത്തെ കുറിച്ചും. അതുപോലെ ആ ഒരു വിവാഹ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ സാറിന്റെ മനസ്സിലുണ്ടായ കുഞ്ഞോളങ്ങളും അതുപോലെ ആ കുഞ്ഞിലകളും ഒക്കെ, അതേക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഓവർ ടു യു സർ. ഈ കഥ എഴുതിയത് നേരത്തെ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം തമിഴ് സംഘത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു മാഗസിൻ ഉണ്ട്, കേരള തമിഴ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 78 തുടങ്ങിയതാണ്. അതിപ്പോഴും വരുന്നുണ്ട്, മാസം തോറും ഒരു ബുള്ളറ്റിൻ പോലെ. അപ്പൊ അതിലേക്ക് വേണ്ടി ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള തുടക്കമായിരുന്നു, ചെറുകഥയും ലേഖനങ്ങളൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. അന്നത്തെ ചിന്താഗതിയും അന്നത്തെ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള കാലഘട്ടത്തിൽ കുറേ വായിക്കുമായിരുന്നു. ഈ മലയാളത്തിൽ തന്നെ മലയാള പുസ്തകങ്ങളായാലും നോവലുകളും കൃതികളൊക്കെ കുറേ വായിച്ചു, തമിഴ് അതുപോലെ. ഈ രണ്ടിൻ്റെയൊക്കെ ഒരു ഇതാണ്, എന്താ പറയുക, ആകത്തുകയാണ് ഇങ്ങനത്തെ ഉള്ളത്. വെളിപ്പാട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ എഴുതിയത്. ഈ ചെറുകളൊക്കെ അങ്ങനെ തന്നെയാണ്, ഓരോ അനുഭവത്തിന്റെയും ഓരോ കാഴ്ചകളുടെയും ഒക്കെ പിന്നെ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. പിന്നെ ഈ കന്യാകുമാരിക്കുള്ളൊരു യാത്രയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ ആ പ്രകൃതി സൗന്ദര്യവും, ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് പോയത് അവിടെയാണ്, ശുചീന്ദ്രം പറക്ക. അവിടുത്തെ ആ ഗ്രാമീണ സൗന്ദര്യം, അവിടുത്തെ ആൾത്തറയും പിന്നെ കുളങ്ങളും, നീണ്ടു നിറഞ്ഞു വന്ന കുളങ്ങളും, ഇതൊക്കെ തന്നെയായിരുന്നു അന്നൊരു ശരിക്കും ഒരു പ്രചോദനം തന്നത് എഴുതാനായിട്ടുള്ള ഒരു ഇതുണ്ടത്. അത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു അത് അന്ന് പകർത്തി. ഈ കഥ തന്നെ എഴുതിയിട്ട് 78 79 46 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. കഥയല്ല, ഒരു ലേഖനം. ഇതൊക്കെ കഴിഞ്ഞ മാസം അത് റേഡിയോയില് ഞാൻ വായിക്കുകയായിരുന്നു, തമിഴ് സിനിമയിൽ തമിഴിൽ വായിക്കുകയായിരുന്നു. ഓക്കെ, അതും ഒരു പുതിയ അറിവാണ്. ഗ്രേറ്റ് സർ. എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയും ഈ ബുക്കില് ഇനിയും സാറിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, കഥകളായിട്ടും ലേഖനങ്ങളൊക്കെ ആയിട്ട് സാറ് കോറി വരച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അവയൊക്കെ ഞങ്ങളിലേക്കും ഞങ്ങളുടെ അറിവിലേക്കും ഒക്കെ ആയിട്ട് സാറ് കഥകളൊക്കെ ആയിട്ട് ഇനിയും സ്റ്റോറി തെറാപ്പിയിൽ വരണം. എന്തായാലും ഇന്നത്തെ സ്റ്റോറി തെറാപ്പിയുടെ സായന്തനം വളരെയധികം ധന്യമാക്കി. സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. സാവു സാറിന് പ്രത്യേകം നന്ദി. കാരണം സാറാണ് ഇത് സാറിനെ റിക്വസ്റ്റ് ചെയ്തത്. അതിന്റെ ഒരു ക്ഷണം സ്വീകരിച്ച് സാറിവിടെ വരികയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഓമന ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ തന്നെ സാർ ഇത്ര നന്നായി എഴുതുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഒരു കഥ വായിക്കുമെന്നൊക്കെയുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് ഒരു പുതിയതാണ്. ഇപ്പോഴേ അറിഞ്ഞുള്ളൂ എന്ന് പറയാം. പക്ഷെ സാറിന്റെ ഒരുപാട് പ്രത്യേകതകള്, വ്യക്തിത്വത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിലെ ഏറ്റവും പറഞ്ഞ പോലെ പകരം വെക്കാനാവാത്ത ലാളിത്യമാണ്, ശാന്തതയാണ് ഞങ്ങൾ എപ്പോഴും സാറിന് ഒരു മുഖമുദ്രയായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, എപ്പോഴും ക്ഷമയോടുകൂടി സാറ് എന്ത് കാര്യം ചോദിച്ചാലും അതുപോലെ തന്നെ സാറിനുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു തരാനും ഒക്കെ ഒരുപാട് ക്ഷമയോടുകൂടി സാർ ഈ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നു എന്നുള്ളതും ഒരു വലിയ പ്രചോദനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതിനെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തീർച്ചയായിട്ടും സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിന്റെ കുടുംബത്തെയും എല്ലാവരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുക. എല്ലാവർക്കും ഈശ്വരന് അനുഗ്രഹം ഉണ്ടാവട്ടെ.
ഇന്ന് പ്രാർത്ഥന, ഒരുപാട് ആശംസകൾ. താങ്ക് യു സർ. താങ്ക് യു. സാബു സാറ്, ഇനി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സാറ്? ആരെങ്കിലും? രമാവതി മാം അതിന്റെ ചെയ്യുവാണോ? ഒരു മിനിറ്റ് ആ അതിന്റെ ചെയ്യുവാണോ? താങ്ക് യു മാം. ഇത് അല്ല ഒരു കാര്യമുണ്ട് മാം. പണ്ട് ഈ കൃഷിയും ഈ കൂട്ടുകുടുംബമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. കൃഷിയും കൂട്ടുകുടുംബമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പം കൃഷിയുള്ള വീട്ടില് പശു ഉണ്ടാവും, അപ്പൊ കറവുണ്ടാവും, അവര് അങ്ങനെയെല്ലാം. അതുപോലെ കുട്ടികളെല്ലാം പാടത്ത് പോവും, ആ തോടുണ്ടാവും, ഒരു മീൻപിടുത്തം ഉണ്ടാവും. പിന്നെ നെയ്ച്ചിങ് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ വയലിൽ നിന്ന് കിട്ടുന്ന, അത് ഈ തോടിന്റെ ഉള്ളിലുള്ള ഭക്ഷിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികൾ കൂടും ആ കൃഷി സ്ഥലത്തൊക്കെ പോവുക എന്നറിയാം. ഇപ്പൊ പോവില്ല. ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബത്തിൽ പോകുന്നില്ലേ ഇപ്പൊ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഓർമ്മകളിലേക്കാണ് നമ്മൾ കഥ കൂട്ടിക്കൊണ്ടുപോയതല്ലേ. നമുക്ക് നേരത്തെ കഴിഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാറ്. വൈൻഡപ്പ് ചെയ്യാം സാറ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു മാം. മരിമാം എന്ന് വരും ഇനി? ഓഗസ്റ്റ്. ഓക്കെ ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ മൈൻഡ്ഫുൾനെസിന്റെ ടീച്ചർ അവിടെ പോയി? ടീച്ചറിന്റെ കേട്ടില്ലല്ലോ. മൈൻഡ്ഫുൾനെസിന്റെ ദിവസമാണ് നാളെ. നമ്മുടെ ആന്റണി സാറിന്റെ ക്ലാസ് ആണ്. നമുക്ക് നാളെ വീണ്ടും ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അല്ലേ? താങ്ക് യു. റോയ് സാറേ താങ്ക് യു.